ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റുബിൻസ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ റമദാൻ 9 വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇത് റമദാൻ 8 രാത്രി നമ്മൾ എല്ലാം റമദാൻ 9 വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കും വൈകുന്നേരം തന്നെ ഇങ്ങനെ. അപ്പോൾ അതൊക്കെ ഒന്ന് താളിച്ചെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞ് നിസ്കാര കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്താണ് കേട്ടോ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയിട്ട് കിടക്കുന്നത്. പിന്നെ നമ്മൾ അത്താഴത്തിനൊന്നും ചിലപ്പോൾ അറിയൂലല്ലോ, ആ ഒരു സംഭവങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടേ കിടക്കുള്ളൂ. അപ്പോൾ നമുക്ക് അത്താഴത്തിന് എണീക്കാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അത് എണീറ്റിട്ട് കിച്ചണിലേക്ക് പോവുകയാണ്. പിന്നെ കുട്ടികളൊക്കെ വിളിക്കണം. ഒക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഞാൻ കുട്ടികളൊക്കെ വിളിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കിച്ചണിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഫുഡൊക്കെ ചൂടാക്കിയതിന് ശേഷം ഞാൻ ഒക്കെ ഒന്ന് പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. ഇന്ന് ഇതാ 10 എണീറ്റ് വന്നിട്ടുണ്ട്. അവൾക്ക് എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം അവളെ വിളിച്ചിട്ട് കുറച്ച് സമയം പഠിപ്പിക്കലുണ്ട്. അപ്പൊ പിന്നെ ഏതായാലും എൻ്റെ കൂടെ നിസ്കരിച്ചിട്ട് നമുക്ക് പഠിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടുകയാണ്. നമുക്ക് നോമ്പിന് ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കിച്ചണൊക്കെ ആ ഒരു ടൈമിൽ നല്ല ക്ലീൻ ആക്കിയിടുകയാണെങ്കിൽ നമുക്ക് കുറേ ടൈം ഇങ്ങനെ ക്ലീൻ ആയിട്ട് കാണാം കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണല്ലോ. നമ്മളെ കിച്ചണൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഏത് കാര്യം അങ്ങനെ തന്നെയാണ്, ഏത് ജോലി ചെയ്യുകയാണെങ്കിലും കുറച്ച് സമയം ഞാനിങ്ങനെ നോക്കൂട്ടോ, നമ്മൾ ചെയ്തത് എങ്ങനെയാണ്, നല്ല വൃത്തിയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കി ആസ്വദിക്കാറുണ്ട്. പിന്നെ അതാ ഞാൻ അലക്കാനൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ആറിയിടുകയാണ്. പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോകും കേട്ടോ. ഈ ഒരു ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അലക്കിയത് ആറിയിടുമ്പോൾ നന്നായിട്ട് കുടഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ അയലിടാൻ വേണ്ടിയിട്ട്. നല്ലൊരു വൃത്തിയായിരിക്കും കേട്ടോ ഡ്രസ്സിനൊക്കെ. എനിക്കിങ്ങനെ അലക്കിയത് ആറിടുന്നൊക്കെ നല്ല വൃത്തിയിൽ കാണണം. പിന്നെ ഞാനിതാ താഴെ വന്ന് എല്ലാം സ്ഥാനം തെറ്റിക്കിടക്കുന്നതൊക്കെ ഒന്ന് അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തേക്ക് എടുത്ത് വെക്കുകയാണ്. ഇപ്പോൾ 10 പഠിച്ച ബുക്കും കാര്യങ്ങളൊക്കെ ടേബിൾ മേൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി എടുത്ത് വെക്കുകയാണ്. പിന്നെ ഇതാ നമ്മളെ കർട്ടനൊക്കെ ഒന്ന് പൊക്കി വെച്ച് ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. ഈ ഒരു കോസടി എന്ന് വെച്ചാൽ മോന് ഈ ബെഡിൽ കിടന്നിരുന്നു കേട്ടോ. ഭയങ്കര കൊതുക് ഈ റൂമിൽ. അപ്പം ഞാൻ അവന് ലിവിങ് റൂമിൽ വിരിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അവന് അവിടെ ചെറുതായിട്ടൊക്കെ ഒന്ന് മടക്കിയിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒന്ന് അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തേക്ക് എടുത്തു വെക്കുകയാണ്. പിന്നെ ബെഡും കാര്യങ്ങളൊക്കെ നന്നാക്കി അതിനുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ നിസ്കാരവും കുളിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതാ വൈകുന്നേരമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ അത്താഴത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് താളിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വൈകുന്നേരം തന്നെ ഇങ്ങനെ ഒരുക്കി വെക്കും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് മുരിങ്ങൻ്റെ ഇലയാണ് ഇന്നത്തേക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ എഗ്ഗൊക്കെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിരുന്നു. അതാ കിച്ചണിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എഗ്ഗ് വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. എന്നും ചിക്കനും ബീഫും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം ഇന്ന് എഗ്ഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എഗ്ഗൊക്കെ ഒന്ന് പുഴുങ്ങിയെടുത്തതാണ്. ഞാൻ 5 എഗ്ഗ് എടുത്തിരുന്നു. അതിലേക്ക് ഞാൻ 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സമൂസക്കൊക്കെ ആക്കുന്നത് പോലെ തന്നെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാള എന്നിവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മളിതാ എഗ്ഗ് പുഴുങ്ങി വെച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ പിന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, പകുതി ആക്കിയിട്ട്. ഇനി അതിൻ്റെ യോക്ക് എടുത്തിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കണം. നമുക്ക് ഇത് എഗ്ഗ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്നാക്കാണെന്നൊന്നും നമുക്ക് തോന്നൂല കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഒരു എഗ്ഗിന്റെ ഒരു ചുവ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവൂല. അപ്പൊ എഗ്ഗ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ എഗ്ഗ് കഴിപ്പിക്കാനുള്ള ഒരു നല്ലൊരു ട്രിക്ക് കൂടിയാണ് കേട്ടോ ഈ ഒരു സ്നാക്ക്. അപ്പോൾ ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടിയാണ് മസാലയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ എഗ്ഗിന്റെ ഉണ്ണി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഫില്ലിങ് എടുത്തിട്ട് നമുക്ക് ഓരോ എഗ്ഗിന്റെ വൈറ്റും എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ കഴിയുന്നത് ഇങ്ങനെ കുറച്ച് നിറച്ചിട്ട് തന്നെ ആക്കി കൊടുക്കുക. അങ്ങനെ ഓരോ എഗ്ഗും ഇതുപോലെ ചെയ്തെടുക്കുക. നല്ല ഈസിയും നല്ല ടേസ്റ്റുമാണ് ഈ ഒരു സ്നാക്ക് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റും. ഒരു വലിയ പ്രയാസമൊന്നുമില്ല. എഗ്ഗും 2 സവാള ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം.
ഇത് കഴിക്കാനും വലിയൊരു മടുപ്പില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് ഫില്ല് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ പഴംപൊരിക്കൊക്കെ മാവ് കൂട്ടുന്നത് പോലെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് മൈദ കലക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് കറക്റ്റാക്കിയിട്ട് ഒന്നിത് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം എണ്ണയിലേക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അത് കറക്റ്റായിട്ടും പൊതിഞ്ഞിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ എഗ്ഗിൻ്റെ വൈറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട്. അപ്പം ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് വിട്ട് നിൽക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അങ്ങനെ ഭയങ്കര പൊട്ടിത്തെറിയുന്നല്ല, വൈറ്റ് കാണാൻ പാടില്ല. അപ്പം നന്നായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കണം നമ്മൾ മൈദ. അപ്പം അധികം ലൂസായി പോകരുത് മൈദ. അപ്പോൾ കറക്റ്റ് ആ മാവ് അതിൽ പൊതിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ചെറുതായിട്ടൊന്ന് വിട്ട് നിൽക്കുന്ന നല്ലതാണ്. എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് അറിയൂലല്ലോ. ഈ ഒരു സ്നാക്ക് എന്ന് വെച്ചാൽ ഭയങ്കര നൊസ്റ്റാൾജിയ നിറഞ്ഞൊരു സ്നാക്കാണ്. കാരണം ഉമ്മ എവിടേക്കെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ പരീക്ഷണങ്ങൾ നടത്തുമല്ലോ. ഞാൻ അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ നടത്തിയിട്ട് വിജയിച്ച ഒരു സ്നാക്ക് തന്നെയായിരുന്നു കേട്ടോ അത്. അപ്പോൾ പിന്നെ വെറുതെ അങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് ഇങ്ങനെ തോന്നുമല്ലോ, അപ്പൊ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ഇങ്ങനെ ഓർമ്മ വന്നു കേട്ടോ. ഉണ്ടാക്കിയപ്പോ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മൾ നോമ്പുറക്കാനുള്ള ടൈമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ജ്യൂസ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടേബിളിലേക്ക് എടുത്തു വെക്കാണ്. അപ്പൊ പത്തും ഇങ്ങനെ ഫസ്റ്റ് തന്നെ ഹാജരായിരിക്കും കേട്ടോ. കുട്ടിയൊക്കെ ഇതൊക്കെ തന്നെയല്ലേ ഒരു രസം, നമുക്കത് കാണാനും അതാണല്ലോ ഒരു സന്തോഷം അല്ലേ. പിന്നെ ജ്യൂസ് ഇന്ന് പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു. പിന്നെ എഗ്ഗിൻ്റെ ഈ ഒരു സ്നാക്കും അതന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ കൂടുതലൊന്നും ഉണ്ടാക്കാറില്ല. ഈ കാണുന്ന ഈ വെക്കുന്ന സംഭവങ്ങൾ തന്നെ ഉണ്ടാക്കുള്ളൂ കേട്ടോ, കൂടുതലായിട്ട് ഉണ്ടാക്കാറില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്ക് വേണം താനും കേട്ടോ, അല്ലെങ്കിൽ ഒരു സുഖമല്ലല്ലോ. നമുക്കായാലും കുട്ടിക്കായാലും ഒക്കെ വേണം. ഇന്ന് പത്തിരി കറി അങ്ങനെ ഒന്നും ആക്കാൻ നിന്നിട്ടില്ല. വേഗം തന്നെ ചോറ് വെച്ചിട്ട് അത് തന്നെയാണ് കേട്ടോ ഞങ്ങള് രാത്രിയും കഴിച്ചിട്ടുള്ളത്. നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒന്ന് ഇത്തിരി കഴിക്കണമെന്നേ ഉണ്ടാവുള്ളൂ. നമുക്ക് ആദ്യമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. പിന്നെ നമുക്ക് ഒരു സാധനവും വേണ്ടി വരില്ല കേട്ടോ. അതാണല്ലോ നോമ്പിന്റെ ഒരു ഇത്. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം നമ്മള് കിടക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.